ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു. യാത്രകൾക്കാണ് നിരക്ക് വർധനവ്. ഡിസംബർ 26 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഈ വർഷം ഇത് 2ാം തവണയാണ് നിരക്ക് വർധന. സജു തോമസുണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, എങ്ങനെയാണ് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുന്നത്? ഒരുപാട് പൈസയുടെ വർധനവുണ്ടോ? അജയിലെ 215 കിലോമീറ്ററിന് മുകളിൽ ഒരു പൈസയുടെ വർധനമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അത് ദൂരയാത്രക്കാരെയാണ് കൂടുതലായി ബാധിക്കാൻ പോകുന്നത്. സ്ലീപ്പർ AC ക്ലാസുകൾക്ക് 2 പൈസയുടെ വർധനവും ഉണ്ടായിരിക്കുകയാണ്. ഡിസംബർ 26 മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. ഈ വർഷം ഇത് 2ാം തവണയാണ് നിരക്ക് വർധന ഉണ്ടാവുന്നത്. നേരത്തെ ജൂൺ മാസത്തിലായിരുന്നു ആദ്യം ഒരു നിരക്ക് വർധന ഉണ്ടായത്. അന്നും ഇതുപോലെ തന്നെ ഇതേ പാറ്റേണിലായിരുന്നു അന്നും നിരക്ക് വർധന ഉണ്ടായത്. അതിനുശേഷം ഈ വർഷം അവസാനത്തേക്കാണ് വീണ്ടും ഒരു നിരക്ക് വർധന റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സബർബൻ സീസൺ ടിക്കറ്റുകൾക്ക് ഈ നിരക്ക് വർധന ബാധകമല്ല. ഏകദേശം 600 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ നിരക്ക് വർധനവിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് റെയിൽവേ പുതിയ ട്രെയിൻ സർവീസുകളൊക്കെയും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പെൻഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അധിക തുക ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട് ധാരാളം പണം കണ്ടെത്താനുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു നിരക്ക് വർധന എന്നാണ് ഇപ്പോൾ റെയിൽവേയുടെ വിശദീകരണം. അജി, ശരി.